പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. നമ്മൾ നാഷണലായിട്ട് ലോൺസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഫണ്ട് റേസ് ചെയ്യുന്നതും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെ ഈ ഫണ്ട് സോഴ്സ് ഓഫ് ഫണ്ട് എങ്ങനെയാവും, സോഴ്സ് ഓഫ് ഫിനാൻസ് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ സഹായിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു ഇൻ്റർനാഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതൊക്കെ രീതിയിലാണ് ഇൻ്റർനാഷണൽ സോഴ്സ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്ക് മെയിനായിട്ട് ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വളരെ സഹായം. നമ്മൾ ഇൻറ്റേർണൽ സോഴ്സിലായാലും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ സോഴ്സുകളിലായാലും നാഷണലൈസ്ഡ് ആയാലും എല്ലാത്തിനും കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറിൻ ആയിട്ടുള്ള കാര്യങ്ങളിലും കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ട്രേഡിൻ്റെ കാര്യത്തിലും ഫോറിൻ ബിസിനസ്സിൻ്റെ കാര്യത്തിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, കറൻസി എക്സ്ചേഞ്ച് ഒക്കെ നടത്താം. കറൻസി എക്സ്ചേഞ്ച് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അവിടുന്ന് തന്നെ നമുക്ക് നോൺ ട്രേഡിംഗ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിന് നമുക്ക് ലോണുകളൊക്കെ കിട്ടും. നോൺ ട്രേഡിംഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസൊക്കെ നമുക്ക് ലോൺസൊക്കെ മേടിക്കാം. അതും ഫോറിൻ കറൻസി നമുക്ക് ലോണൊക്കെ എടുക്കാൻ പറ്റും. അതുപോലൊക്കെ ലോൺ എക്സ്ചേഞ്ചുകൾ, പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ, ഇതെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കിലൂടെ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന ഏറ്റവും പ്രചാരത്തിലുള്ളൊരു ബാങ്ക് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് യൂസ് ചെയ്യുന്ന മേജർ സോഴ്സ് ഓഫ് ഫോറിൻ ഇതായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന മേജർ സോഴ്സായിട്ട് ഫോറിൻ കറൻസി ലോൺസിന് വേണ്ടി എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ആണ് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇൻ്റർനാഷണൽ ഏജൻസീസും രണ്ടാമത്തെ കാര്യമാണ് ഇൻ്റർനാഷണൽ ഏജൻസീസും ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇതിനകത്ത് പറയുന്ന കണക്കിന് ഇതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ഉദ്ദേശിക്കുന്ന സാധനമാണ്. ഇത് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അൺഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലെ ഒരു ഡെവലപ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാങ്കാണിത്. ഇപ്പോൾ അവിടെ ട്രേഡ് നടക്കാൻ, ഇപ്പം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയിലോ പ്ലേസിലോ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ടോ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്ങനെ ഇത് ലോണുകളും സഹായങ്ങളൊക്കെ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് ചെയ്യുന്നത്, അതിനകത്ത് അവിടെ ഫണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എവിടെയായാലും അത് ഫണ്ട് അവിടെ പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. ദ മോസ്റ്റ് നോട്ടബിൾ എമംഗ് ദ ഇൻ്റർനാഷണൽ ഇൻക്ലൂഡിങ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണമാണ്. ഒന്ന് IFC, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അതുപോലെ എക്സിം ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എക്സിം
ബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിനകത്തുള്ള കാര്യമാണ്. ഇതൊരു ഡെവലപ്മെൻറ്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതും അൺഡെവലപ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ളതും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ്. ഡെവലപ്ഡ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലാതെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പ്രവർത്തിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വിൽക്കുവാൻ വേണ്ടിയിട്ടും വാങ്ങുവാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൻ്റെ കാര്യങ്ങൾ, ഷെയറിൻ്റെ കാര്യം, ഷെയർ മാർക്കറ്റ് പോണക്ക് അതിനകത്ത് മൂലധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഡിപ്പോസിറ്ററി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഡിപ്പോസിറ്ററി കാര്യങ്ങൾ, അത് വാങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഡിപ്പോസിറ്ററി കാര്യങ്ങൾ. അതിൻ്റെ കൺവേർട്ട് ചെയ്യുന്ന ബോണ്ടുകളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം international capital market. Modern organizations include multinational companies depend upon seizable borrowing in rupee as well as in foreign currency. Prominent finance instrument used for this purpose. അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് അടുത്ത് പറയുന്നുണ്ട്. എങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന മാക്സിമം അവരാണ് ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇതിനെയാണ്. ഇതിന് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് GDR, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്, പിന്നെ ADRും അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, പിന്നീട് IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, പിന്നീടുള്ളത് ബോൺസിൻ്റെയാണ്. അത് FCC ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺഡ്സ്, ഫോറിൻ കറൻസിയിൽ നിന്ന് കൺവേർട്ടബിൾ ബോൺഡ്സ് ആയിട്ടെടുക്കുന്നു. ഇതിനകത്ത് GDRസും ADRs, IDRs, FCCBS, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺഡ്സ്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. GDRs, ADRs, IDRs, FCCBS, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺഡ്സ്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. നമ്മളടുത്ത് നോക്കുന്നത് GDRൻ്റെ കാര്യമാണ്. GDR, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഇത് ഒരു ലോക്കൽ കറൻസിയെ കൺവേർട്ട് ചെയ്ത US ഡോളറിലാക്കിയാണ് ഡിപ്പോസിറ്റ് ചെയ്യാറുള്ളത്. US ഡോളറിലാണ് ഡിപ്പോസിറ്റ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് സാധാരണ ചെയ്യുന്നത് the local currency shares of a company are delivered to the depository bank. The depository bank issues depository receipts against this share. Such depository shares denominated in US dollar are known as global depository receipts.
ഒരു ലോക്കൽ കറൻസി ഷെയറിനെ അതിനെ കൺവേർട്ട് ചെയ്ത് എന്നുവെച്ചാൽ അതൊരു ഡിപ്പോസിറ്ററി ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാങ്ക് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഉണ്ട്. ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ആ റെസിപ്റ്റ്സ് $ലാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മളിപ്പം ഇവിടുന്ന് ഒരു 100 കോടി ഇട്ടു എന്ന് പറയുമ്പോൾ അവിടെ അത് നമ്മളവിടെ ഒരു 70 കോടി 75 കോടി ഇന്ത്യൻ റുപ്പീസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നിരിക്കട്ടെ എങ്കിൽ അവിടെ ചെയ്യുന്നത് $1 crore അവിടെ ഡിപ്പോസിറ്റ് ആവുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കൺവേർട്ടിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ റേറ്റ് ചാർജ് കുറവായതാണ്. $1 ഇപ്പം 70 സംതിങ് ആണ്, 24, 76, 80 എന്തായാലും വരുന്നത്. അപ്പം എന്തായാലും $ൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും, ഇന്ത്യൻ മണിയുടെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ത്യൻ കറൻസിയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കും, $ൻ്റെ അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെ വിട്ടേക്കാം. നമ്മളിപ്പം അത് കൺവേർട്ട് ചെയ്ത് ഇപ്പം $1 crore ആയിട്ടായിരിക്കും അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്റ്റ്സ് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാണ് GDRs, ഗ്ലോബൽ ഡിപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ADRs. ഇത് അമേരിക്കയിലെ ഒരു കമ്പനിയിലേക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അമേരിക്കയിലെ ഒരു കമ്പനി, അമേരിക്കൻ ഡിപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ തന്നെ deposit receipts issued by a company in US are known as American deposit receipts. ADRs are bought and sold in American market like regular stock. It's similar to a GDR except that it can be issued only in American citizen and can be listed and traded on the stock exchange of USA. അതിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. GDR ആകുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വിൽക്കുകയൊക്കെ ചെയ്യാം, കൊടുക്കുകയും പണം കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. എങ്കിലും ADRs എന്ന് വെച്ചാൽ അമേരിക്കൻ ഡിപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് US-ലുള്ള ഒരു കമ്പനി, USA-ലെ കമ്പനി അവിടെ ഇഷ്യൂ ചെയ്യുന്ന ഓരോ കമ്പനികൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് അമേരിക്കൻ മാർക്കറ്റിൽ മാത്രമേ അത് ഇഷ്യൂ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അത് സോൾഡ് ചെയ്യാനും ഒക്കെ സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഇറ്റ്സ് സിമിലർ ടു GDRൻ്റെ കൂട്ട് തന്നെയാണ് എങ്കിൽ തന്നെയും അത് ഒരു അമേരിക്കൻ സിറ്റിസൺ മാത്രമേ അത് ഇഷ്യൂ ചെയ്യാനും അത് ലിസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഒക്കത്തുള്ളൂ. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ട്രേഡ് ചെയ്യാനൊക്കെ USA-ൽ അമേരിക്ക മാത്രമേ സാധിക്കത്തുള്ളൂ. അമേരിക്കൻ ഡിപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. അടുത്ത ഇതുപോലെ തന്നെയാണ് IDR, ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്. നമ്മളിപ്പം GDRൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് IDRൻ്റെയും ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സും അതുപോലെ തന്നെയാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ADRൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ്. ഇത് ഇന്ത്യൻ റുപ്പിയിലാണ് കൺവേർട്ട് ചെയ്ത് റെസിപ്റ്റ്സാക്കി ഡെപ്പോസിറ്റ് റെസിപ്റ്റാക്കി കൊടുക്കുന്നത്. ഈസ് created by an Indian depository to enable a foreign company to raise funds from Indian security market. ഒരു ഫോറിൻ ആയിട്ടുള്ള ആൾക്ക് ഇന്ത്യയിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റാണ് IDR എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് FCCBS എന്ന് വെച്ചാൽ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്.
ഫോറിൻ കറൻസിയെ അതിൻ്റെ ഇക്വിറ്റി അല്ലെങ്കിൽ ബോൺസുകളാക്കി മാറ്റുന്നത്. ഫോറിൻ കറൻസി കൺവേർട്ടഡ് ബോൺസ് ആർ ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി ദാറ്റ് ആർ ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഓർ ഡിപ്പോസിറ്റ് റിസിപ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിന് ശേഷം, ഇപ്പോൾ ഒരു 2 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ കാലയളവുണ്ട്. ഈ കാലയളവിന് ശേഷം ഈ ഫോറിൻ കറൻസി കൺവേർട്ടഡ് ബോൺസ് അതൊരു ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് സെക്യൂരിറ്റിയാണ്. ഇക്വിറ്റി ലിങ്ക്ഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഓഹരികളുമായി ബന്ധിച്ചിട്ടുള്ള ഒരു ബോൺസ്. അതാണ് ഫോറിൻ കറൻസി കൺവേർട്ടഡ് ബോൺസ് എന്ന് പറയുന്നത്. ഇതൊരു ഫിക്സഡ് പീരീഡിലേക്ക് മാത്രമാണ്. ഈ ഒരു പീരീഡ് ഇപ്പോൾ എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ, അത് ആ ഒരു സമയം കഴിഞ്ഞാൽ അതിനെ ഒരു ഷെയറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിബെഞ്ചറായിട്ടോ കൺവേർട്ട് ചെയ്യണം. ഡിബെഞ്ചറായിട്ടോ അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ. പിന്നീട് ഇതിനകത്തുള്ളത് foreign currency convertible bonds issue in a foreign currency and carry a fixed interest rate. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് മറ്റുള്ള ഡെപ്റ്റിനേക്കാളും എല്ലാം which is lower than the rate of any other similar non-convertible debt instrument. non-convertible debt instrument ആയിട്ടുള്ള ബാക്കിയുള്ള ഈ GDR-നേക്കാളും ADR-നേക്കാളും IDR-നേക്കാളും ഒക്കെ റേറ്റ് കുറവായിരിക്കും, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ആ ലിസ്റ്റ് ആൻഡ് ട്രേഡ് ഇൻ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് FCCBs ആർ വെരി സിമിലർ ടു കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൺവേർട്ടബിൾ ഡിബെഞ്ചറുമായിട്ട് വളരെ സാമ്യമുള്ള ഒരെണ്ണമാണ് FCCB, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺഡ്സ്. അടുത്തതായിട്ടുള്ളതാണ് factors affecting the choice of the source of fund. The factors affecting the choice of source of fund. സോഴ്സ് ഓഫ് ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള അഫക്റ്റ് ചെയ്യുന്ന കുറേ കാരണങ്ങൾ. ഇത് നമ്മൾ ചൂസ് ചെയ്യാൻ ചിലപ്പം ചില മെത്തേഡായിരിക്കും. ഇപ്പോൾ പഠിപ്പിച്ചിനത്തെ ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കാം ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഷെയർ ആയിരിക്കാം, ചിലപ്പോൾ ഷെയർ ആയിരിക്കാം, ചിലപ്പോൾ ഡിബെഞ്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ലോൺസ് ആയിരിക്കാം. അങ്ങനെ ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന് കുറേ കാരണങ്ങളുണ്ട്. ഈ ഷെയർ ചൂസ് ചെയ്യാനുള്ള ചില കാരണങ്ങൾ, ഡിബെഞ്ചർ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ, ലോൺസ് ചൂസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇത് ഓരോന്നും ഏത് ചൂസ് ചെയ്യണമെന്ന് തോന്നലുണ്ടാവുന്നു. ഇതിലൊരെണ്ണം നമ്മളങ്ങനെ ഓരോ സാഹചര്യത്തിൽ ഓരോന്ന് ചൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ദി സോഴ്സ് ഓഫ് ഫണ്ട്, നമ്മളത് തിരഞ്ഞെടുക്കാനുള്ള ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്.